അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വികസന സെമിനാർ നടന്നു. വെള്ളിക്കുന്നത്ത് ദുർഗാപ്രസാദം ഓഡിറ്റോറിയത്തിലാണ് വികസന സെമിനാർ നടന്നത്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സമഗ്ര മേഖലാ വികസനത്തിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കാലാനുസൃതമായി പദ്ധതികൾ പരിഷ്കരിക്കാനും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാനും നിരന്തര ചർച്ചകളും നിർദ്ദേശങ്ങളും അത്യാവശ്യമാണ്. ഇതിന്റെ ഭാഗമായി വെള്ളിക്കുന്നത്ത് ദുർഗാപ്രസാദം ഓഡിറ്റോറിയത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ സെന്റർ ഫോർ SDGയിലെ റിസർച്ച് അസോസിയേറ്റും കില കോർഡിനേറ്ററുമായ KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയും ഈ വർഷത്തെ വാർഷിക പദ്ധതിയിലേക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെയാണോ പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കുന്നത് ആ പ്രവർത്തനങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇപ്രാവശ്യത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട നിർദ്ദേശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയമേഖല എന്ന് പറയുമ്പോൾ മത്സ്യസംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംസ്ഥാനമൊട്ടാകെ നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനത്തോടു കൂടി തന്നെ നമ്മൾ അതിന്റെ ഒരു യജ്ഞം ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. മീന കരട് രേഖ അവതരണം നടത്തി. K. കൃഷ്ണൻ മാസ്റ്റർ, ഷീബ ഉമ്മർ, A. ദാമോദരൻ, MG പുഷ്പ, ലക്ഷ്മി തമ്പാൻ, M. കണ്ണൻ നായർ, മൂലക്കണ്ടം പ്രഭാകരൻ, A. തമ്പാൻ, PV ബാലകൃഷ്ണൻ, ഹമീദ് ചേരക്കാടത്ത്, പ്രദീപൻ മാവുങ്കാൽ, KC മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പദ്ധതികളുടെ ക്രോഡീകരണവും നടന്നു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി T. ഷൈജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.